യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് ഇറാനുമായുള്ള സമാധാന കരാർ വളരെ വേഗം സാധ്യമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് അന്തിമമായാൽ താൻ അവിടം സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. നെവാഡ, അരിസോന എന്നിവിടങ്ങളിലെ പ്രചാരണ പരിപാടികൾക്ക് മുന്നോടിയായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. തങ്ങൾ മുന്നോട്ട് വെച്ച മിക്കവാറും എല്ലാ നിർദ്ദേശങ്ങളും ഇറാൻ അംഗീകരിച്ചതായും വരാനിരിക്കുന്ന വെടിനിർത്തൽ കാലാവധി നീട്ടേണ്ടി വരില്ലെന്ന ആത്മവിശ്വാസവുമാണ് ട്രംപ് പങ്കുവച്ചത്. ഇറാൻ അതിന്റെ ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിലേക്ക് ഈ കരാർ നയിക്കണമെന്ന തന്റെ കർശന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കില്ലെന്ന് അമേരിക്കയ്ക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിന് ഇറാൻ പൂർണ്ണമായും സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ആണവായുധ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ആണവപ്പൊടി ഞങ്ങൾക്ക് തിരികെ നൽകാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. മിക്ക കാര്യങ്ങളിലും അവർക്ക് സമ്മതമാണെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിട്ടില്ല. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോഴും പ്രധാന തർക്കം നിലനിൽക്കുന്നത്. സമ്പുഷ്ടീകരണ പരിപാടികൾ 20 വർഷത്തേക്ക് നിർത്തിവെക്കാനാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. എന്നാൽ 5 വർഷത്തേക്ക് നിർത്തിവെക്കാമെന്ന ഇറാന്റെ മറുപടി വാഗ്ദാനം അമേരിക്ക തള്ളുകയും ചെയ്തു. തങ്ങളുടെ ആണവ പദ്ധതികൾ സമാധാന ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നാണ് ഇറാന്റെ നിലപാട്. അതേസമയം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ നടന്ന ആദ്യഘട്ട ചർച്ചകളിൽ അന്തിമ തീരുമാനമായിരുന്നില്ല. രണ്ടാം ഘട്ട ചർച്ചകളും പാകിസ്ഥാനിൽ തന്നെ നടക്കാനാണ് സാധ്യത. എല്ലാം സുഗമമായി നടക്കുകയും ഇസ്ലാമാബാദിൽ വെച്ച് കരാർ ഒപ്പിടുകയും ചെയ്താൽ താനും പാകിസ്ഥാനിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് ട്രംപ് സൂചിപ്പിച്ചത്. ഇറാനുമായുള്ള നിലവിലെ വെടിനിർത്തൽ കരാർ ഏപ്രിൽ 22-ന് അവസാനിക്കും. അതിനുശേഷവും വെടിനിർത്തൽ നീട്ടുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്ന് ട്രംപ് പറഞ്ഞു. ഉടൻ ഒരു സമാധാന കരാറിൽ എത്തിയില്ലെങ്കിൽ വീണ്ടും യുദ്ധം ആരംഭിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കരാർ സാധ്യമായില്ലെങ്കിൽ വ്യോമാക്രമണങ്ങൾ പുനരാരംഭിക്കുമെന്നും ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിക്കുമെന്നും അമേരിക്ക നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലും ലെബനനും തമ്മിൽ 10 ദിവസത്തെ വെടിനിർത്തലിന് വ്യാഴാഴ്ച മുതൽ തുടക്കമായതായി ട്രംപ് പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫെബ്രുവരിയിൽ ആരംഭിച്ച അമേരിക്ക-ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കങ്ങൾ മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾക്കും ആഗോള എണ്ണവിലയിൽ വൻ കുതിപ്പിനും കാരണമായിരുന്നു. ഈ സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് പാകിസ്ഥാൻ വലിയ പിന്തുണയാണ് നൽകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔനുമായും താൻ സംസാരിച്ചതായും ഇരു നേതാക്കളെയും വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള 10 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നത് സമാധാന ശ്രമങ്ങൾക്കുള്ള ശുഭസൂചനയായാണ് അമേരിക്ക കാണുന്നത്. സ്ഥിരമായ സമാധാന ക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെട്ട സംഘത്തെ ട്രംപ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുമായി ഉണ്ടാക്കുന്ന വിശാലമായ ധാരണയുടെ ഭാഗമാണ് ഈ നീക്കങ്ങളെന്ന് ഇറാൻ സ്റ്റേറ്റ് മീഡിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്നും ഇസ്ലാമാബാദിലെ ഒപ്പിടൽ ചടങ്ങോടെ മേഖലയിലെ സംഘർഷങ്ങൾക്ക് വലിയ തോതിൽ അറുതിയാകുമെന്നും ട്രംപ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.